എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതികളെ പറ്റിയാണ്. അതായത് ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പ്രധാനപ്പെട്ട ആരോഗ്യ പദ്ധതികളായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതികൾ, അത് കേന്ദ്ര തലത്തിലുള്ളതും നമ്മുടെ സംസ്ഥാന തലത്തിലുള്ളതും ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ പദ്ധതികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ HSA നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് HSA നാച്ചുറൽ സയൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. 2 വോളിയങ്ങളായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ ആസ്പദമാക്കിയാണ് ഈ റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള channelkerala.com ഈ ഒരു പുസ്തകം ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം പരീക്ഷയിലെ റാങ്ക് മേക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇതെല്ലാം കൂടി, അതായത് കഴിഞ്ഞൊരു വർഷത്തെ കണ്ടന്റ് എല്ലാം കൂടി ക്രോഡീകരിച്ച് ഒന്നാക്കി ഒരു ബുക്കായി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ട പ്രകാരം ടാലന്റ് നിങ്ങൾക്കായിട്ട് 2024 ജനുവരി മുതൽ 2025 മെയ് വരെയുള്ള പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഒരു കറണ്ട് അഫയേഴ്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള channelkerala.com ലഭ്യമാണ്. 2025-26 പൊതുവെ എക്സാമിന്റെ ഒരു കാലമാണ്, കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്, ഒരുപാട് എക്സാംസ് നടക്കാനുണ്ട്. പ്രത്യേകിച്ച് ബിവറേജ് LDC, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇനി HSA എക്സാമുകൾ, ഇങ്ങനെ ഒരുപാട് എക്സാംസുകളൊക്കെ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അത് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് സ്കോൾ കേരള എന്ന് പറയുന്ന പദ്ധതിയാണ്. അതായത് കേരള സർക്കാർ പദ്ധതിയാണ്. എന്താന്ന് പറയുന്നത് സ്കോൾ കേരള എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് +2 നേടാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് സ്കോൾ കേരള എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് +2 നേടാനുള്ള കേരള സർക്കാർ പദ്ധതി എന്താണ് സ്കോൾ കേരള. ഇനി അടുത്ത പദ്ധതി എന്ന് പറയുന്നത് വീട്ടുമുറ്റത്തെ വിദ്യാലയം. എന്താണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്നാണ് പദ്ധതിയുടെ പേര്. അതായത് പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് വീട്ടുമുറ്റത്തെ വിദ്യാലയം. അപ്പോൾ വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി തന്നെയാണ്. അതായത് പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് എന്താണ് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. അതായത് അവധിക്കാലത്ത് അധ്യാപകർ എന്ത് ചെയ്യുക, കുട്ടികളുടെ വീടുകളിലെത്തുകയും അവർക്ക് പഠന പിന്തുണ ഉറപ്പാക്കുകയും വേണം എന്നുള്ളതാണ് ഈ ഒരു വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് OA എക്സാം എഴുതിയവർക്ക് മനസ്സിലാവും, കാരണം അതുമായിട്ട് കണക്ട് ചെയ്തൊരു പദ്ധതി തന്നെയാണ്. അതായത് സ്കൂളുകളിൽ ഹിന്ദി പഠിക്കാനായിട്ട് കൈറ്റ് അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം ഏതാണ്? അപ്പോൾ എന്താണ് സ്കൂളുകളിൽ ഹിന്ദി പഠിക്കാനായിട്ട് കൈറ്റ് അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം ഏതാണ്? E-Cube ഹിന്ദി ലാംഗ്വേജ് ലാബ്. എന്താണ് E-Cube ഹിന്ദി ലാംഗ്വേജ് ലാബ് എന്നാണ് അതിന്റെ പേര്. അപ്പോൾ സെക്രട്ടേറിയറ്റ് OAക്ക് ഒരു ചോദ്യം എന്തായിരുന്നു, ഇംഗ്ലീഷ് പഠിക്കാനായിട്ടാണ്. അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് പഠനം എന്താണ് പുരോഗതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൈറ്റ് ആരംഭിച്ചതാണ് എന്തെന്ന് പറയുന്നത് E-Cube ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബ് എന്ന് പറയുന്നത്. സോ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, കാരണം ഈ ഒരു E-Cube ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബ് എന്ന് പറയുന്നത് ഒരുപാട് അംഗീകാരങ്ങളൊക്കെ നേടിയൊരു പദ്ധതിയാണ്. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ടാണ് എന്ത് ചെയ്തത് E-Cube ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബ് തുടങ്ങിയത്. ഇവിടെ ഹിന്ദി പഠിക്കാനായിട്ട് കൈറ്റ് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത് E-Cube ഹിന്ദി ലാംഗ്വേജ് ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഓർക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ചത് കൂടിയാണ്. ഇനി അടുത്ത പദ്ധതി എന്ന് പറയുന്നത് കിനാവ് എന്ന് പറയുന്ന പദ്ധതിയാണ്. അതായത് ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിലെ അനന്ത സാധ്യത തുറന്നിടാനായിട്ട് സഹായിക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് കിനാവ്. അപ്പോൾ കിനാവ് എന്ന് പറയുന്ന പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ് അവരുടെ ദൃശ്യ സാങ്കേതിക വിദ്യയിലെ അനന്ത സാധ്യത തുറന്നിടാനായിട്ട് സഹായിക്കുന്ന പദ്ധതിയാണ് കിനാവ് എന്ന് പറയുന്നത്. അതായത് പ്രധാനമായിട്ടും സിനിമ, അതുപോലെ തന്നെ ഹ്രസ്വചിത്രം, ഗ്രാഫിക്സ് തുടങ്ങിയ മേഖലയിലൊക്കെ താല്പര്യമുള്ള ഈ ഒരു ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കിനാവ് എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പദ്ധതി എന്ന് പറയുന്നത് പഠിപ്പുറസി. എന്താണ് പഠിപ്പുറസി എന്ന് പറയുന്ന സംരംഭമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സമഗ്ര ശിക്ഷാ കേരളം മുൻകൈ എടുത്ത് നടത്തുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് പഠിപ്പുറസി. അപ്പോൾ എന്താണ് സമഗ്ര ശിക്ഷാ കേരളം മുൻകൈ എടുത്ത് നടത്തുന്ന പദ്ധതിയാണ് പഠിപ്പുറസി എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷ്യം പറഞ്ഞു എന്താണ്, ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിപ്പിച്ച് പൊതുധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതി
പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ പടിപ്പുറസി എന്ന് പറയുന്ന വാക്കിനൊരു അർത്ഥമുണ്ട്. അതായത് പഠനത്തിന്റെ രുചി. എന്താണ്? പഠനത്തിന്റെ രുചി എന്നാണ് ഈ ഒരു പടിപ്പുറസി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നോക്കുക. അതായത് നമുക്കറിയാം എന്താണ്, ഇടമലക്കുടിയിലെ അവിടുത്തെ ട്രൈബ് വിഭാഗമായുള്ള അവർക്ക് വേണ്ടിയിട്ട് മുതുവൻ ഭാഷയിലാണ് എന്ത് ചെയ്ത ഈ ഒരു പടിപ്പുറസി എന്ന് പറയുന്ന പദ്ധതി ആദ്യം ആരംഭിച്ചത്. അതിപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? കേരളത്തിൽ മൊത്തത്തിൽ വ്യാപിപ്പിക്കാനായിട്ട് പോവുകയാണ്. സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത പദ്ധതി എന്ന് പറയുന്നത് ഒരു നിയോജക മണ്ഡലം ആരംഭിച്ചൊരു പദ്ധതിയെ പറ്റിയാണ്. അതായത് കാട്ടാക്കട നിയോജക മണ്ഡലം. അപ്പോൾ കാട്ടാക്കട നിയോജക മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ എന്താണ് പദ്ധതി എന്ന് നമുക്ക് നോക്കാം. അതായത് +2 വിജയിച്ച എല്ലാവർക്കും ബിരുദം നേടാനായിട്ട് അവസരമൊരുക്കി സമ്പൂർണ്ണ ബിരുദ മണ്ഡലം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഒരുങ്ങുന്നത് ഏത് നിയോജക മണ്ഡലമാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? +2 വിജയിച്ച എല്ലാവർക്കും ബിരുദം നേടാനായിട്ട് അവസരമൊരുക്കി സമ്പൂർണ്ണ ബിരുദ മണ്ഡലം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഒരുങ്ങുന്ന മണ്ഡലം ഏതാണ്? അത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്താണ് ആ പദ്ധതിയുടെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിരുദത്തിനൊപ്പം കാട്ടാക്കട മണ്ഡലം. എന്താണ്? ബിരുദത്തിനൊപ്പം കാട്ടാക്കട മണ്ഡലം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് കാട്ടാക്കട മണ്ഡലം എന്താവാൻ പോകുന്നു? സമ്പൂർണ്ണ ബിരുദ മണ്ഡലമായിട്ട് മാറാൻ പോകുന്നു. സോ അത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പദ്ധതിയാണ്. അതായത് PM വിദ്യാലക്ഷ്മി. ഇതാണ് PM വിദ്യാലക്ഷ്മി എന്ന് പറയുന്ന പദ്ധതി. വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പദ്ധതിയാണ്. അതായത് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? PM വിദ്യാലക്ഷ്മി. അപ്പോൾ ഇതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എന്താന്ന് പറയുന്നത്? PM വിദ്യാലക്ഷ്മി എന്ന് പറയുന്നത്. അതായത് നല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ആ ഒരു കോഴ്സിന്റെ ട്യൂഷൻ ഫീസും മറ്റ് ചിലവുകളൊക്കെ എന്താണ് ബാങ്ക് വായ്പയുടെ, അതായത് ഇതാണ് ഈടില്ലാതെയും അതുപോലെ തന്നെ ഗ്യാരണ്ടർ ഇല്ലാതെ അവർക്ക് എന്ത് ചെയ്യുന്നു? വായ്പ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു PM വിദ്യാലക്ഷ്മി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്തത് ഒരു UGC പദ്ധതിയാണ്. അതായത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന 22,000 പാഠപുസ്തകങ്ങൾ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള UGC പദ്ധതി എന്താണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന 22,000 പാഠപുസ്തകങ്ങൾ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള UGC പദ്ധതി എന്താണ് പേര്? അസ്മിത. എന്താണ്? അസ്മിത. ഇനി അടുത്തത് ത്രിപുര ആരംഭിച്ചൊരു പദ്ധതിയെ പറ്റിയാണ്. അതായത് അടുത്തിടെ CM സാത്ത് എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? CM സാത്ത്. അപ്പോൾ ഓർക്കുക, CM സാത്ത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? കാരണം നമുക്ക് കേന്ദ്ര പദ്ധതി പഠിക്കണം, ശരി, കേരളത്തിലെ പദ്ധതികൾ പഠിക്കണം, ഓക്കെയാണ്. പക്ഷേ മറ്റ് സ്റ്റേറ്റുകളിലെ പദ്ധതി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ പഠിക്കണം. കാരണം യോഗ്യശ്രീ എന്ന് പറയുന്ന പദ്ധതി പശ്ചിമ ബംഗാളിലെ പദ്ധതിയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പദ്ധതി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനു മുൻപ് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേറ്റുകളിലെ പദ്ധതി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ ഇവിടെ CM സാത്ത് എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചത് ഏത് സ്റ്റേറ്റ് ആണ്? അത് ത്രിപുര. ത്രിപുര ആരംഭിച്ച പദ്ധതിയാണ് എന്നത് പറയുന്നത് CM സാത്ത് എന്ന് പറയുന്നത്. അതായത് ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹരായവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് CM സാത്ത്. സോ അതുകൂടെ ഒന്ന് ഓർക്കുക. ഇനി അടുത്തത് സ്കൂൾ ഇൻ എ ബോക്സ് എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അപ്പോൾ എന്താണ്? സ്കൂൾ ഇൻ എ ബോക്സ് എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? അത് അസമാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അതായത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്ന അവർക്ക്, എന്നാൽ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുക? അവരുടെ സ്കൂൾ പാഠപുസ്തകങ്ങളുടെ തുടർച്ച ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സ്കൂൾ ഇൻ എ ബോക്സ് എന്ന് പറയുന്ന പദ്ധതി എന്ത് ചെയ്ത ഈ ഒരു അസം ആരംഭിച്ചത്. അതായത് ഈ ഒരു വെള്ളപ്പൊക്കത്തെ ദുരിതത്തെ തുടർന്ന് അവരുടെ വിദ്യാഭ്യാസം നിന്ന് പോകാൻ പാടില്ല, അത് കണ്ടിന്യൂ ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സ്കൂൾ ഇൻ എ ബോക്സ് ആരംഭിച്ചത്? അസം ആരംഭിച്ചത്. ഇനി അടുത്ത പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം ഊഹിച്ചെടുക്കാൻ പറ്റുന്നൊരു പദ്ധതിയാണ്. അതായത് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് സ്റ്റേറ്റ് ആണെന്ന്. അതായത് തമിഴ് പുതൽവൻ സ്കീം. എന്താണ്? തമിഴ് പുതൽവൻ സ്കീം. അപ്പോൾ തന്നെ സ്റ്റേറ്റ് കിട്ടിക്കാണും, തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാടിന്റെ പദ്ധതിയാണ് തമിഴ് പുതൽവൻ സ്കീം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ സ്കൂളുകളിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ച ആൺകുട്ടികൾക്ക്, അതായത് പുതൽവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മകൻ എന്നുള്ള മീനിങ് അല്ലേ? അപ്പോൾ സർക്കാർ സ്കൂളുകളിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ച ആൺകുട്ടികൾക്ക് ബിരുദ പഠനത്തിനോ പ്രൊഫഷണൽ കോഴ്സുകൾക്കോ ചേരുമ്പോൾ പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകുന്ന തമിഴ്നാട് സർക്കാർ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? തമിഴ് പുതൽവൻ സ്കീം. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിക്കുക, തമിഴ് പുതൽവൻ സ്കീം ആരംഭിച്ചത് തമിഴ്നാട് ഗവൺമെന്റ് ആണ്. ഇത് എന്താണ്? വിദ്യാഭ്യാസത്തിന് വേണ്ടി ചേർന്ന ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായ പദ്ധതിയാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന തമിഴ് പുതൽവൻ സ്കീം എന്ന് പറയുന്നത്. അതായത് സർക്കാർ സ്കൂളുകളിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ച ആൺകുട്ടികൾക്ക് ബിരുദ പഠനത്തിനോ പ്രൊഫഷണൽ കോഴ്സുകൾ
കോഴ്സുകൾക്കോ ചേരുമ്പോൾ പ്രതിമാസം എത്ര രൂപ വെച്ച് 1000 രൂപ വീതം ധനസഹായം നൽകുന്ന തമിഴ്നാട് പദ്ധതിയാണ് തമിഴ് പുതൽവൻ സ്കീം. ഇനി സമാനമായ രീതിയിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും തമിഴ്നാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതായത് പുതുമൈ പെൺ സ്കീം. എന്താണ് പുതുമൈ പെൺ സ്കീം എന്നാണ് ആ പദ്ധതിയുടെ പേര്. അപ്പോൾ തമിഴ് പുതൽവൻ സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതുമൈ പെൺ സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല, ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും ഏതാണ് തമിഴ്നാട് ആരംഭിച്ച പദ്ധതിയാണ്. ഇത് രണ്ടും വിദ്യാഭ്യാസ പദ്ധതികളാണ്, പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. അതിൽ പുതൽവൻ സ്കീം എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പുതുമൈ പെൺ സ്കീം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കുമാണ്. ഇനി അടുത്ത പദ്ധതി എന്ന് പറയുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. അപ്പോൾ ഇതാണ് സ്കൂൾ ഓൺ വീൽസ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, നമ്മൾ നേരത്തെ ഒരു പദ്ധതി പറഞ്ഞു, സ്കൂൾ ഇൻ എ ബോക്സ് ആരംഭിച്ചത് ഏത് സ്റ്റേറ്റ് ആണ്, അസമാണ്. ഇവിടെ സ്കൂൾ ഓൺ വീൽസ് ആരംഭിച്ചത് ഏത് സ്റ്റേറ്റ് ആണ്, അത് മണിപ്പൂരാണ്. കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ചത് മണിപ്പൂരാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ എന്തായിരുന്നു പശ്ചാത്തലം നമുക്കറിയാം അല്ലെ. ഏകദേശം ഒരു വർഷത്തിലേറെ നീണ്ടുന്ന മണിപ്പൂർ കലാപം. ഇപ്പോൾ മണിപ്പൂരിൽ എന്താണ്, രാഷ്ട്രപതി ഭരണമാണ്. അപ്പോൾ മണിപ്പൂർ എന്താണ്, ആ ഒരു കലാപം നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ വിദ്യാഭ്യാസത്തെ അത് ബാധിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, മണിപ്പൂർ സ്കൂൾ ഓൺ വീൽസ് എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത്. ഇനി അടുത്തത് ഹിമാചൽ പ്രദേശ് ആരംഭിച്ചൊരു പദ്ധതിയാണ്. അതായത് വിദ്യാഭ്യാസ ഉന്നമനത്തിനായിട്ട് മൈ സ്കൂൾ മൈ പ്രൈഡ് അല്ലെങ്കിൽ എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം. അപ്പോൾ എന്താണ് എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം അല്ലെങ്കിൽ മൈ സ്കൂൾ മൈ പ്രൈഡ് എന്ന് പറയുന്ന ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്, ഹിമാചൽ പ്രദേശ്. ഇതാണ് ഹിമാചൽ പ്രദേശ് ആണ്. സോ ഇതുകൂടി ഒന്ന് കൃത്യമായിട്ട് ഓർക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് സ്കീമാണ്, നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു അല്ലേ, അതായത് നമ്മുടെ എക്സാമിന് ചോദിച്ചൊരു പോയിന്റ് ആണ്. കാരണം യോഗ്യശ്രീ എന്ന് പറയുന്ന പദ്ധതി, അപ്പോൾ ശരിക്കും പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നപ്പോൾ തന്നെ ഒട്ടുമിക്ക പേര് ഞെട്ടിപ്പോയി. കാരണം മറ്റ് സ്റ്റേറ്റുകളുടെ പദ്ധതി ചോദിക്കുന്നൊരു ധാരണ അതുവരെ ആർക്കും ഇല്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ എന്ത് ചെയ്യും, മറ്റ് സ്റ്റേറ്റുകളുടെ സ്കീം നമ്മൾ നോക്കിയപ്പോൾ കാരണം യോഗ്യശ്രീ ചോദിച്ചു, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ യോഗ്യശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്, പശ്ചിമ ബംഗാൾ. ഏതാണ്, പശ്ചിമ ബംഗാളാണ് ഈ പറയുന്ന യോഗ്യശ്രീ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത്. അത് വളരെ കൃത്യമായിട്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്സര പരീക്ഷകൾക്കോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമുകൾക്കോ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പശ്ചിമ ബംഗാൾ ഗവൺമെന്റിന്റെ പദ്ധതിയാണിതെന്ന് പറയുന്നത് യോഗ്യശ്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ തുടക്ക സമയത്ത് ഇത് SC ST ആ വിഭാഗത്തിലെ കുട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഇതിന്റെ ഗുണഫലം ലഭിക്കുകയുണ്ടായിരുന്നുള്ളൂ. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മറ്റു വിഭാഗക്കാർക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നൽകിയിട്ടുണ്ടായിരുന്നു. സോ വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്കോ അല്ലെങ്കിൽ എൻട്രൻസ് പ്രവേശന പരീക്ഷകൾക്കോ വേണ്ടിയിട്ട് എന്താണ് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് യോഗ്യശ്രീ എന്ന് പറയുന്നത്. അത് ആരംഭിച്ചത് ഏത് സ്റ്റേറ്റ് ആണ്, പശ്ചിമ ബംഗാളാണ്. സോ അതുകൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതികളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യം, ഇതിൽ തന്നെ 2 ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, BSc ഓൾറെഡി തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പദ്ധതികളൊന്നും വെറുതെ സ്കിപ്പ് ചെയ്ത് പോകരുത്, കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.